മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാം ഇപ്പോൾ രമേഷ് പിഷാരടിയുടെയും ആര്യയുടെയും തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബഡായി ബംഗ്ലാവ് സീസൺ 2 ആദ്യ എപ്പിസോഡ് എത്തിയത്. വിജയകരമായി മാറിയ സിനിമയ്ക്കോ ടെലിവിഷൻ പരിപാടിക്കോ രണ്ടാം ഭാഗം ഒരുക്കുമ്പോൾ അണിയറ പ്രവർത്തകരെ കാത്തിരിക്കുന്ന വെല്ലുവിളി കുറച്ചൊന്നുമല്ല. പ്രത്യേകിച്ച് ബഡായി ബംഗ്ലാവ് പോലെ മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു പരിപാടിക്ക്. ബഡായി ബംഗ്ലാവിന് രണ്ടാം ഭാഗം എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ ആവേശത്തിലായിരുന്നു. ഏഷ്യാനെറ്റിലെ ബഡായി ബംഗ്ലാവ് സീസൺ 2 കുറിച്ച് വിവരമെത്തിയപ്പോഴും ആരാധകർ അത് ആഘോഷമാക്കി മാറ്റിയിരുന്നു. അതിന് പ്രധാന കാരണം രമേഷ് പിഷാരടിയോടും ആര്യയോടുമുള്ള പ്രേക്ഷകരുടെ സ്നേഹം തന്നെയായിരുന്നു. പറയാൻ പോകുന്നത് വലിയ തമാശയാണ് എന്നൊന്നും തോന്നിപ്പിക്കാത്ത രീതിയിലാണ് പിഷാരടി തമാശ പറയുന്നതും അത് കേട്ട് പ്രേക്ഷകർ ചിരിക്കുന്നതും. പിന്നെ മണ്ടത്തരത്തിന്റെ ആസ്ഥാന ഉപദേഷ്ടാവായെത്തുന്ന ആര്യയെ കളിയാക്കാറുണ്ട് പിഷാരടി. വിജയകരമായി മുന്നേറിയ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കുന്നുവെന്ന് കേട്ടതോടെ ആരാധകർ നിരാശയിലായിരുന്നു. പിഷുവും ആര്യയും തന്നെയായിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിച്ചതും. രണ്ടാം പതിപ്പുമായി എത്തിയപ്പോൾ പിഷാരടിയും ആര്യയും ഉണ്ടായില്ല. അവരുടെ തിരിച്ചുവരവിനായിട്ടാണ് ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത്. സേവ് പിഷാരടി ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബഡായി ബംഗ്ലാവ് സീസൺ 2 കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി അരങ്ങേറുന്നുണ്ട്. പിഷാരടിയുടെയും ആര്യയുടെയും ധർമ്മജന്റെയും അഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകളും അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുമാണ് ആരാധകർ പറയുന്നത്. ബഡായി ബംഗ്ലാവിലെ അംഗങ്ങളിൽ ഒരാളായ അമ്മായിയുടെ വിവാഹത്തോടെയാണ് രണ്ടാം പതിപ്പ് എത്തുന്നത്. കല്യാണ ഒരുക്കങ്ങളും സേവ് ദി ഡേറ്റ് വീഡിയോയുമെല്ലാം വൈറലായി മാറിയിരുന്നു. അമ്മായിയെ കളിയാക്കാൻ എന്നും മുന്നിലുണ്ടാവാറുള്ള പിഷാരടി ഇല്ലാതെയാണ് ആ വിവാഹമെന്ന് തുടക്കത്തിൽ ആരാധകർക്ക് മനസ്സിലായിരുന്നില്ല. പിഷാരടിയും ആര്യയും ഇല്ലാത്ത ബഡായി ബംഗ്ലാവിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് ആരാധകർ പറയുന്നത്. ആദ്യ എപ്പിസോഡ് തന്നെ കുളമായി മാറിയെന്നും അവർ പറയുന്നു. സീരിയൽ താരങ്ങൾ കൂടി എത്തിയതോടെ പരിപാടി ശരിക്കും നിരാശപ്പെടുത്തിയെന്നാണ് ആരാധകർ പറയുന്നത്. അവതാരകൻ എന്ന നിലയിൽ മികച്ച സ്വീകാര്യതയാണ് മിഥുൻ രമേശിന് ലഭിക്കുന്നത്. കോമഡി ഉത്സവത്തിന്റെ അമരക്കാരൻ എന്ന നിലയിൽ ഗംഭീര സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പക്ഷെ ബഡായി ബംഗ്ലാവിൽ അദ്ദേഹത്തിന്റെ വരവ് ആർക്കും ഇഷ്ടമായിട്ടില്ല. പിഷാരടിക്കും ആര്യയ്ക്കും പകരമാകാൻ മിഥുനും ലക്ഷ്മിക്കും കഴിയില്ല എന്നാണ് ആരാധകർ പറയുന്നത്.